ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഏതാനും രാജ്യങ്ങളിൽ നിന്നുള്ള ദരിദ്രരായ വിദ്യാർത്ഥികൾക്കായുള്ള എമിറേറ്റ്സ് എയർലൈൻസിന്റെ സ്കൂൾ ബാഗ് പദ്ധതിയെ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അഭിനന്ദിച്ചു. എക്സ് അക്കൗണ്ടിൽ പദ്ധതിയുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമാണ് അദ്ദേഹം അഭിനന്ദിച്ചത്. എമിറേറ്റ്സിനെയും ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പ്രസിഡന്റും ദുബായ് എയർപോർട്ട്സിന്റെ ചെയർമാനും എമിറേറ്റ്സ് എയർലൈൻ ആൻഡ് ഗ്രൂപ്പിന്റെ ചെയർമാനും സിഇഒയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ മക്തൂമിനെയും ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം വീഡിയോ പോസ്റ്റ് ചെയ്തത്. 2024 ലോക പരിസ്ഥിതി ദിനത്തിലാണ് എയർക്രാഫ്റ്റഡ് കിഡ്സ് എന്ന പേരിൽ സ്കൂൾ ബാഗ് വിതരണ പദ്ധതി പ്രഖ്യാപിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കായി മികച്ചതും പരിസ്ഥിതി സൗഹൃദവുമായ സ്കൂൾ ബാഗുകൾ നിർമ്മിച്ച് നൽകുന്നതായിരുന്നു പദ്ധതി. 2025 ഫെബ്രുവരിയിൽ ആഫ്രിക്കയിലെ 1300 വിദ്യാർത്ഥികൾക്ക് ബാഗുകൾ വിതരണം ചെയ്തുകൊണ്ടായിരുന്നു പദ്ധതിയുടെ തുടക്കം. കഴിഞ്ഞ മാർച്ച് അവസാനത്തോടെ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലായി 700 വിദ്യാർത്ഥികളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിച്ചു. എമിറേറ്റ്സിന്റെ ഇക്കോണമി ക്ലാസ് ഇന്റീരിയറുകളിൽ നിന്നുള്ള ഈട് നിൽക്കുന്ന സീറ്റ്, തുണിത്തരങ്ങൾ, തുകൽ എന്നിവ ഉപയോഗിച്ചാണ് ലിമിറ്റഡ് എഡിഷൻ ബാഗുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ ക്യാബിൻ നവീകരണത്തിന് വിധേയമാകുന്ന 205 വിമാനങ്ങളിൽ നിന്നുള്ള 50,000 കിലോഗ്രാം മെറ്റീരിയലുകൾ പദ്ധതിക്കായി റീസൈക്ലിംഗ് ചെയ്യാനാണ് എയർലൈൻ ലക്ഷ്യമിടുന്നത്. വ്യോമയാന ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറിയ ഓരോ ബാഗിലും സ്റ്റേഷനറി, കാൽക്കുലേറ്ററുകൾ, പുസ്തകങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കാവശ്യമായ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കാനുള്ള എമിറേറ്റ്സിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭമെന്ന് എയർലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇബ്രി വിലായത്തിൽ അശ്രദ്ധമായി വാഹനമോടിച്ചതിന് ഒരു പൗരനെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും വേണ്ടി നിശ്ചയിച്ച പാതകളിൽ മനഃപൂർവ്വം വാഹനം ഓടിച്ചു കയറ്റി മറ്റുള്ളവരുടെ സുരക്ഷ അപകടത്തിലാക്കുന്ന തരത്തിലായിരുന്നു ഇയാളുടെ പ്രവൃത്തിയെന്ന് ദാഹിറ ഗവർണറേറ്റ് പോലീസ് അറിയിച്ചു. നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. രാജ്യത്ത് ഉഗ്രവിഷമുള്ള കരിമൂർഖനെ കണ്ടെത്തി. ആദ്യമായാണ് ഒമാനിൽ കരിമൂർഖനെ കണ്ടെത്തുന്നത്. ദോഫർ ഗവർണറേറ്റിലാണ് പരിസ്ഥിതി അതോറിറ്റി ആദ്യമായി ഈ വിഭാഗത്തിൽപ്പെട്ട പാമ്പിന്റെ സാന്നിധ്യം രേഖപ്പെടുത്തുന്നത്. സ്പെയിനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എവല്യൂഷണറി ബയോളജിയും നിസ്വ യൂണിവേഴ്സിറ്റിയും സഹകരിച്ചാണ് ഈ മേഖലയിൽ നാഴികക്കല്ലായി മാറാവുന്ന ഈ നേട്ടമുണ്ടാക്കിയത്. ഇതോടൊപ്പം ഒമാനിൽ കണ്ടുവരുന്ന പാമ്പുകളുടെ പട്ടികയിലെ എണ്ണം ഉയരാൻ ഈ കണ്ടെത്തൽ സഹായകമായി. വാട്ടറിനേഷ്യ ഈജിപ്തിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മരുഭൂമി കരിമൂർഖനെ കണ്ടെത്തിയതോടെ ഒമാനിൽ കണ്ടുവരുന്ന പാമ്പുകളുടെ എണ്ണം ഔദ്യോഗിക കണക്കനുസരിച്ച് 22 ഉയർന്നു. ഒമാന്റെ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയും വന്യജീവി മേഖലയിലുള്ള ശാസ്ത്രീയ ഗവേഷണത്തിന്റെ വിജയവുമാണ് ഇത് കണക്കാക്കുന്നത്. കരിമൂർഖൻ കറുത്ത മരുഭൂമി മൂർഖൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് ഏറെ മാരകമായ വിഷമുള്ള പാമ്പുകളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത്. ഈ വിഭാഗം പാമ്പുകൾ മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. ശാസ്ത്രീയ ഗവേഷണ മേഖലയുടെ മികച്ച നേട്ടമായും ഈ കണ്ടെത്തൽ പരിഗണിക്കുന്നു. അന്താരാഷ്ട്ര ജേർണലായ സുഡാക്സയുടെ ഏപ്രിൽ ലക്കത്തിൽ കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതേസമയം ഒമാനിൽ താപനില കൂടുതലായതിനാൽ പൊതുവെ എല്ലാ വന്യജീവികളിലും വിഷാംശം കൂടുതലാണ്. ചില ഇനം ഉറുമ്പുകൾ പോലും കടിക്കുന്നത് വൻ ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് നയിക്കാറുണ്ട്. പൊതുവെ വിഷമുള്ള എല്ലാ ജീവികളിലും വിഷത്തിന്റെ ശക്തി കൂടുതലാണ്. എന്നാൽ ഒമാനിൽ തീരെ അപകടകാരികളല്ലാത്ത പാമ്പുകളും പട്ടികയിലുണ്ട്. പാമ്പുകളെ കണ്ടെത്തുന്നതും തരംതിരിക്കുന്നതും പാമ്പ് കടിയേറ്റാൽ നൽകുന്ന ചികിത്സയ്ക്ക് സഹായകമാകും. കടിയേൽക്കുന്ന പാമ്പുകൾക്ക് അതേ വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകളുടെ പ്രതിവിഷം നൽകിയാണ് കടിയേറ്റവരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നത്. അതിനാൽ ഇത്തരം കണ്ടെത്തലുകൾ രാജ്യത്തിന്റെ പ്രകൃതി വൈവിധ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം ജീവസുരക്ഷയ്ക്കും ഏറെ പ്രയോജനം ചെയ്യുന്നതാണ്. മസ്കറ്റിലെ ഒരു വാണിജ്യ സ്ഥാപനത്തിൽ നിന്നും 1329 ലൈസൻസില്ലാത്ത ഹെർബൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടികൂടി. അതോറിറ്റിയുടെ മാർക്കറ്റ് റെഗുലേഷൻ ആൻഡ് കൺട്രോൾ സർവീസസ് ഡിപ്പാർട്ട്മെന്റാണ് നടപടി സ്വീകരിച്ചത്.
പിടിച്ചെടുത്തവയിൽ ക്രീമുകൾ, ക്യാപ്സ്യൂളുകൾ, ഔഷധ ചേരുവകൾ ചേർത്ത വിവിധതരം തേൻ എന്നിവ ഉൾപ്പെടുന്നു. ഇവയെല്ലാം ആവശ്യമായ ലൈസൻസുകളോ അംഗീകാരങ്ങളോ ഇല്ലാതെയാണ് വിപണനം ചെയ്തിരുന്നത്. രജിസ്റ്റർ ചെയ്യാത്തതും അപകടകരമായേക്കാവുന്നതുമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതായി സംശയിക്കുന്ന സ്ഥാപനങ്ങളിൽ ജുഡീഷ്യൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ് മിന്നൽ പരിശോധന നടത്തിയത്. സലാലയിൽ ട്രക്ക് മറിഞ്ഞ് ഉത്തർപ്രദേശ് സ്വദേശി മരണപ്പെട്ടു. ജിതൻപൂരിലെ മുഹമ്മദ് നിയാസാണ് മരണപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് സാദയിലെ ഒമാൻ ഓയിൽ പമ്പിന് സമീപം യാബിലാഷിന് അടുത്താണ് അപകടം. സലാലയിലെ പ്രമുഖ സ്വകാര്യ കമ്പനിയുടെ ട്രക്കാണ് അപകടത്തിൽപ്പെട്ടത്. സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഒമാനിലെ താപനില വർദ്ധിക്കുന്നു. ഒന്നിലധികം പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് കവിഞ്ഞു. സൊഹറിൽ 43.8 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഒമാനിലുടനീളം താപനിലയിൽ കുത്തനെ വർധനവുണ്ടായതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു. സൊഹറിൽ 43.8 ഡിഗ്രി സെൽഷ്യസ് എന്ന ഉയർന്ന താപനില രേഖപ്പെടുത്തി. ഇത് ഇതുവരെയുള്ള വർഷത്തിലെ ഏറ്റവും ചൂടേറിയ ദിവസങ്ങളിലൊന്നാണ്. ഫഹൂദ് 42.7 ഡിഗ്രിയും ജലൻ ബനി ബൂഹസനും സൂറും 41.2 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. അൽ അവാബി, സമായിൽ തുടങ്ങിയ മറ്റ് പ്രദേശങ്ങളിലും 41 ഡിഗ്രി സെൽഷ്യസ് കടന്നു. മസ്കറ്റ്, ബഹ്ല തുടങ്ങിയ തീരദേശ നഗരങ്ങളും അതിൽ നിന്നും മുക്തമല്ല. 2 സ്ഥലത്തും 40.9 ഡിഗ്രി സെൽഷ്യസാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയതോടെ വിനിമയ നിരക്ക് ഒരു ഒമാൻ റിയാലിന് 221.80 രൂപയിലെത്തി. കഴിഞ്ഞ ഏതാനും ദിവസമായി റിയാലിൻ്റെ വിനിമയ നിരക്ക് കുറയുകയാണ്. ഫെബ്രുവരി 8 ഒരു റിയാലിന് റെക്കോർഡ് വിനിമയ നിരക്കായ 227 രൂപ വരെ എത്തിയ ശേഷമാണ് താഴേക്ക് വന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 8 ഒരു ഡോളറിൻ്റെ വില 87.7 രൂപയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ഡോളറിൻ്റെ വില 85.54 രൂപയായി കുറഞ്ഞു. ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിൻ്റെ ഒഴുക്ക് വർദ്ധിച്ചതും എണ്ണവില ഇടിഞ്ഞതുമാണ് ഇന്ത്യൻ രൂപ ശക്തിപ്പെടാൻ പ്രധാന കാരണം. ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന വിദേശ നിക്ഷേപകർ ചൊവ്വാഴ്ച മാത്രം 6065.78 കോടി രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിച്ചത്. അതിനിടെ ഡോളർ ശക്തി കുറഞ്ഞതും ഇന്ത്യൻ രൂപയ്ക്ക് അനുഗ്രഹമായി. 6 യൂറോപ്യൻ കറൻസികളെ അപേക്ഷിച്ച് ഡോളറിൻ്റെ മൂല്യം കാണിക്കുന്ന ഡോളർ ഇൻഡെക്സിൽ കുറവുണ്ടായതും രൂപയ്ക്ക് അനുകൂല ഘടകമായി. ഡോളർ ഇൻഡെക്സ് 0.47% കുറഞ്ഞ് 99.49 പോയിന്റിലെത്തി. 2022 മാർച്ച് 1 ഡോളറിന് സമാന നിരക്കുണ്ടായിരുന്നത്. അസംസ്കൃത എണ്ണവിലയിലും വലിയ കുറവുണ്ടായി. എണ്ണവില കുറഞ്ഞ് ബാരലിന് 64.44 ഡോളറിലെത്തി. ഇത് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ എണ്ണവിലയാണ്. ഇതോടെ ഇന്ത്യയിലെ മൊത്ത വ്യാപാര പണപ്പെരുപ്പം 6 മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തുകയും ചെയ്തിരുന്നു.